നമസ്കാരം. ഹയർ സെക്കൻഡറിയുടെ 2ാം വർഷ അക്കൗണ്ടൻസി ഒന്നാമത്തെ ചാപ്റ്റർ അക്കൗണ്ടിംഗ് ഫോർ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ 5ാമത്തെ എപ്പിസോഡാണ്. ഈ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫൈനൽ അക്കൗണ്ടിൽ വരുന്ന ചില ഇനങ്ങളുടെ പ്രത്യേക ട്രീറ്റ്മെൻറ്റുകളെ കുറിച്ചാണ്. നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് ഒരു ബിസിനസ് ഓർഗനൈസേഷൻ അതിൻ്റെ ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന അതേ രീതിയിൽ തന്നെയാണ് എന്ന് നമ്മൾ സൂചിപ്പിച്ചിരുന്നു. എന്നിരുന്നാലും ചില ഇനങ്ങൾക്ക് ഇതിന് പ്രത്യേക ട്രീറ്റ്മെൻറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ആവശ്യമായിട്ട് വരും. അതിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സബ്സ്ക്രിപ്ഷൻ ഇൻകവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. In the last episode, we have discussed that subscription is a membership fee. It is paid by the members on annual basis. It is the main source of income of a not-for-profit organization. Subscription paid by its members or the subscription amount received by not-for-profit organization is shown as a receipt in the receipts and payment account, and hence it is shown on the income side of the income and expenditure account as it is a revenue nature income. ഇത് ഒരു റവന്യൂ നാച്ചറിലുള്ള വരുമാനമായതുകൊണ്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഇൻകം സൈഡിലാണ് നമ്മൾ സബ്സ്ക്രിപ്ഷൻ ഇൻകം കാണിക്കുന്നത്. എന്നാൽ ഈ സബ്സ്ക്രിപ്ഷൻ ഇൻകം കിട്ടിയാൽ ആ കിട്ടിയ തുക മുഴുവൻ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ കാണിച്ച ആ തുക മുഴുവൻ ഈ വർഷത്തെ ഇൻകം ആവണമെന്നില്ല. ചിലപ്പോൾ അങ്ങനെ കിട്ടിയ സബ്സ്ക്രിപ്ഷൻ്റെ അകത്ത് കുറച്ച് എമൗണ്ട് കഴിഞ്ഞ വർഷത്തെ പൈസ ഇക്കൊല്ലം കിട്ടിയതുണ്ടാവാം, കഴിഞ്ഞ വർഷം അഡ്വാൻസ് ആയിട്ട് കിട്ടിയിട്ടുണ്ടാവാം, അതുപോലെ തന്നെ അടുത്ത കൊല്ലത്തെ പൈസ ഇക്കൊല്ലം അഡ്വാൻസ് ആയിട്ട് കിട്ടിയിട്ടുണ്ടാവാം. ഇങ്ങനെ 4 സാഹചര്യങ്ങൾ സബ്സ്ക്രിപ്ഷൻ ഇൻകവുമായി ബന്ധപ്പെട്ട് പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. ദാറ്റ് ഈസ് subscription outstanding for the current year, subscription outstanding in the last year, subscription received in advance in the current year, subscription received in advance in the last year. ഈ 4 കേസ് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യം, സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഇൻ ദി കറണ്ട് ഇയർ എന്ന് പറഞ്ഞാൽ ഇക്കൊല്ലം കിട്ടാനുള്ള സബ്സ്ക്രിപ്ഷൻ ഇനിയും കിട്ടിയിട്ടില്ല എന്നാണ്. ഇക്കൊല്ലം കിട്ടാനുള്ള സബ്സ്ക്രിപ്ഷൻ ഈ വർഷത്തെ ഇൻകമാണ്. അത് കിട്ടിയിട്ടില്ലെങ്കിൽ കൂടി അത് ഈ വർഷത്തെ ഇൻകമായിട്ട് പരിഗണിക്കണം എന്ന് അക്രൂവൽ ബേസിസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇക്കൊല്ലം കിട്ടാൻ ബാക്കിയുള്ള സബ്സ്ക്രിപ്ഷൻ ഈ വർഷത്തെ സബ്സ്ക്രിപ്ഷൻ ഇൻകത്തിൻ്റെ കൂടെ ആഡ് ചെയ്യണം. സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ലാസ്റ്റ് ഇയർ എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എങ്കിൽ കഴിഞ്ഞ കൊല്ലം ഔട്ട്സ്റ്റാൻഡിംഗ് ആണ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കൊല്ലം കിട്ടാൻ ബാക്കിയുള്ള സബ്സ്ക്രിപ്ഷനാണ്. അപ്പോൾ ആ തുക ഇക്കൊല്ലം കിട്ടിയ സബ്സ്ക്രിപ്ഷൻ്റെ അകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടാവും. അത് കിട്ടിയത് ഈ വർഷമാണെങ്കിലും അത് കഴിഞ്ഞ വർഷത്തെ ഇൻകമായിട്ടാണ് നമ്മൾ പരിഗണിക്കേണ്ടത്. അതുകൊണ്ട് ഈ വർഷം കിട്ടിയ സബ്സ്ക്രിപ്ഷൻ എമൗണ്ടിൽ നിന്ന് ആ തുക ലെസ് ചെയ്ത് കളയണം. അതുപോലെ തന്നെ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് കറണ്ട് ഇയർ, ഇക്കൊല്ലം അഡ്വാൻസ് ആയിട്ട് സബ്സ്ക്രിപ്ഷൻ കിട്ടി എന്ന് പറഞ്ഞാൽ അത് ഇക്കൊല്ലം കിട്ടേണ്ട തുകയല്ല, അടുത്ത കൊല്ലം കിട്ടേണ്ട തുകയാണ്. അതുകൊണ്ട് തന്നെ അത് ഇക്കൊല്ലത്തെ വരുമാനമല്ല. അതുകൊണ്ട് ഇക്കൊല്ലം കിട്ടിയ തുകയിൽ നിന്ന് അത് ലെസ് ചെയ്യണം. സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ലാസ്റ്റ് ഇയർ, കഴിഞ്ഞ വർഷം അഡ്വാൻസ് ആയിട്ട് സബ്സ്ക്രിപ്ഷൻ കിട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അത് കഴിഞ്ഞ കൊല്ലത്തെ ഇൻകം അല്ല, ഇക്കൊല്ലത്തെ ഇൻകം കഴിഞ്ഞ കൊല്ലം കിട്ടി എന്നുള്ളതാണ്. അപ്പോൾ അത് കഴിഞ്ഞ കൊല്ലമാണ് കിട്ടിയിട്ടുള്ളത്, ഇക്കൊല്ലം കിട്ടിയ പൈസയിൽ അത് ഉൾപ്പെട്ടിട്ടുണ്ടാവില്ല. അതുകൊണ്ട് അത് ഇക്കൊല്ലത്തെ വരുമാനമായിട്ട് ഇക്കൊല്ലത്തെ സബ്സ്ക്രിപ്ഷൻ ഇൻകത്തോടൊപ്പം ആഡ് ചെയ്യണം. ഈ 4 അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തിയതിന് ശേഷം
കിട്ടുന്ന തുകയായിരിക്കും ഈ വർഷത്തെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ നമ്മൾ സബ്സ്ക്രിപ്ഷൻ ഇൻകം ആയിട്ട് കാണിക്കുന്നത്. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് ഒരു പ്രോബ്ലം ഡിസ്കസ് ചെയ്തുകൊണ്ട് നമുക്ക് നോക്കാം. ഈ വീഡിയോ പോസ്റ്റ് ചെയ്തുകൊണ്ട് തന്നിരിക്കുന്ന ചോദ്യം എഴുതിയെടുക്കുക. As per the receipt and payment account for the year ended on December 31st, 2019, the subscriptions received were rupees 2,50,000. Additional information given is as follows. Subscriptions outstanding on January 1st, 2019, rupees 50,000. Subscriptions outstanding on December 31st, 2019, rupees 35,000. Subscriptions received in advance as on January 1st, 2019, rupees 25,000. Subscriptions received in advance as on December 31st, 2019, rupees 30,000. Ascertain the amount of income from subscription for the year 2019 and show how relevant items of subscriptions appear in opening balance sheet and closing balance sheets. തന്നിരിക്കുന്ന ചോദ്യത്തിൽ 2019 ആണ് നമ്മൾ നടപ്പ് വർഷം അഥവാ കറന്റ് ഇയർ ആയി പരിഗണിക്കുന്നത്. 2019 ഡിസംബർ 31 അവസാനിക്കുന്ന വർഷത്തെ കണക്കാണ് നമ്മൾ നോക്കുന്നത്. ഈ ചോദ്യത്തിൽ ഇക്കൊല്ലം ആകെ കിട്ടിയ സബ്സ്ക്രിപ്ഷൻ 2,50,000 രൂപയാണ് എന്ന് കാണാം. സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് rupees 2,50,000. ഈ 2,50,000 രൂപ മുഴുവൻ ഈ വർഷത്തെ ഇൻകം ആവണമെന്നില്ല. ഈ വർഷമാണ് ഇത്രയും തുക കിട്ടിയതെങ്കിലും അത് മുഴുവൻ ഈ വർഷത്തെ വരുമാനമായി നമുക്ക് പരിഗണിക്കാൻ കഴിയണമെന്നില്ല. ചിലപ്പോൾ ഇതിൽ കഴിഞ്ഞ വർഷത്തെ വരുമാനം ഉണ്ടാവാം, അടുത്ത വർഷത്തെ വരുമാനവും ഉണ്ടാവാം. ഈ ചോദ്യഭാഗത്തെ നമുക്ക് ഇപ്രകാരത്തിൽ തരംതിരിക്കാം. Subscription received during the year 2,50,000. Subscriptions outstanding on January 1st, 2019, 50,000. Subscriptions outstanding on December 31st, 2019, rupees 35,000. Subscriptions received in advance as on January 1st, 2019, 25,000. Subscriptions received in advance on December 31st, 2019. ഇതിൽ ആദ്യം തന്നിരിക്കുന്ന സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഡ്യൂറിംഗ് ദി ഇയർ ഇക്കൊല്ലം ആകെ കിട്ടിയ സബ്സ്ക്രിപ്ഷൻ ആണ്. അത് ഇക്കൊല്ലത്തെ വരുമാനം ആവണമെന്നില്ല എന്ന് പറഞ്ഞു. അത്രയും തുക നമ്മൾ സ്റ്റേറ്റ്മെന്റിലേക്ക് സബ്സ്ക്രിപ്ഷൻ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി എഴുതുന്നു. സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഡ്യൂറിംഗ് ദി ഇയർ എന്ന് പറഞ്ഞ് ഒരൈനം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്ന സ്റ്റേറ്റ്മെന്റിലേക്ക് എഴുതുന്നു. സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഡ്യൂറിംഗ് ദി ഇയർ 2,50,000. ചോദ്യത്തിൽ കാണുന്ന അടുത്ത ഇനം സബ്സ്ക്രിപ്ഷൻസ് ഔട്ട്സ്റ്റാൻഡിംഗ് ഓൺ ജാനുവരി 1st, 2019, rupees 50,000 എന്നാണ്. ഓപ്പണിംഗ് ഡേറ്റില് ഔട്ട്സ്റ്റാൻഡിംഗ് സബ്സ്ക്രിപ്ഷൻ ആണത്. ഓപ്പണിംഗ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം അവസാനം ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള തുക അത് കഴിഞ്ഞ കൊല്ലത്തെ ഇൻകം ആണ്, ഇക്കൊല്ലത്തെ ഇൻകം അല്ല. അതുകൊണ്ട് നമ്മൾ ഇക്കൊല്ലം ആ തുക കിട്ടിയിട്ടുണ്ടാവും. ആ കിട്ടിയ തുകയിൽ നിന്ന് കഴിഞ്ഞ കൊല്ലത്തെ സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ലെസ് ചെയ്താണ്. അടുത്ത ഇനം സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഓൺ ഡിസംബർ 31st, 2019, 35,000 എന്ന് കാണാം. ഇക്കൊല്ലം അവസാനം കിട്ടാൻ ബാക്കിയുള്ള സബ്സ്ക്രിപ്ഷൻ ആണ്. അത് ഇക്കൊല്ലത്തെ ഇൻകം ആണ്. ഒരുപക്ഷെ അത് അടുത്ത വർഷമോ വരും വർഷങ്ങളിലാണ് കിട്ടുന്നതെങ്കിലും
അത് ഇക്കൊല്ലത്തെ വരുമാനമായതുകൊണ്ട് ഇക്കൊല്ലത്തെ സബ്സ്ക്രിപ്ഷന്റെ കൂടെ അത് നമ്മൾ ആഡ് ചെയ്യുന്നു. സോ ദി ഐറ്റം subscription outstanding on 31st December, that is closing subscription outstanding, is added. അടുത്ത ഇനം subscriptions received in advance as on January 1st 2019 എന്നാണ്. കഴിഞ്ഞ വർഷം അഡ്വാൻസ് ആയിട്ട് കിട്ടിയ തുകയാണ്. കഴിഞ്ഞ വർഷത്തെ അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ അത് ഈ വർഷം കിട്ടേണ്ടിയിരുന്ന തുകയാണ്, ഈ വർഷത്തെ ഇൻകമാണ്. അത് ഈ വർഷത്തെ ഇൻകമായിട്ട് നമ്മൾ ഈ വർഷത്തെ സബ്സ്ക്രിപ്ഷന്റെ കൂടെ ആഡ് ചെയ്യുന്നു. Add subscription received in advance last year. അടുത്ത ഇനം subscriptions received in advance on December 31st 2019 rupees 30,000 എന്ന് കാണാം. അതായത് ഈ വർഷത്തെ ക്ലോസിംഗ് ഡേറ്റിൽ അഡ്വാൻസ് ആയിട്ട് കിട്ടിയ സബ്സ്ക്രിപ്ഷൻ ആണ്. ഇക്കൊല്ലം അഡ്വാൻസ് ആയിട്ട് കിട്ടി എന്ന് പറഞ്ഞാൽ അത് ഇക്കൊല്ലത്തെ തുകയല്ല, അടുത്ത കൊല്ലത്തെ തുകയാണ്. അതുകൊണ്ട് ആ തുക ഇക്കൊല്ലത്തെ സബ്സ്ക്രിപ്ഷൻ ഇൻകത്തിന്റെ കൂടെ കാണിക്കാൻ പറ്റില്ല. അപ്പൊ ഈ 2,50,000 രൂപ കിട്ടിയതിൽ 30,000 രൂപ അടുത്ത കൊല്ലത്തെ തുക അഡ്വാൻസ് ആയിട്ട് കിട്ടിയതാണ്. അതുകൊണ്ട് അത് ലെസ് ചെയ്ത് കളയണം. അത് നമ്മൾ പിന്നീട് ലെസ് ചെയ്യും. ഇപ്പോൾ നമുക്ക് എല്ലാ ഐറ്റവും പരിഗണിച്ച് കഴിഞ്ഞപ്പോൾ 2 ഇനങ്ങൾ ആഡ് ചെയ്യണമെന്ന് നമ്മൾ കണ്ടു. ആ 2 ഇനങ്ങൾ നമ്മൾ ആഡ് ചെയ്യുന്നു. 35,000, 25,000. ആ 2 ഇനവും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 60,000 കിട്ടും. 60,000 2,50,000 കൂടെ ആഡ് ചെയ്താൽ നമുക്ക് ടോട്ടൽ 3,10,000 കിട്ടും. 2,50,000 പ്ലസ് 60,000 ഈസ് ഈക്വൽ ടു 3,10,000. ഇനി നമ്മൾക്ക് ഡിഡക്റ്റ് ചെയ്യേണ്ട 2 ഇനങ്ങൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ട്. ആ ഇനങ്ങൾ ഡിഡക്റ്റ് ചെയ്യുകയാണ്. ആദ്യത്തെ ഇനം നമ്മൾ കണ്ടു, സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഓൺ January 1st 2019 rupees 50,000. അത് കഴിഞ്ഞ കൊല്ലത്തെ ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്, കഴിഞ്ഞ കൊല്ലത്തെ ഇൻകം ആണ്. പക്ഷെ അത് കിട്ടിയത് ഈ വർഷമാണ്. അപ്പൊ ഈ 2,50,000 അകത്ത് ആ 50,000 ഉണ്ട്. അത് നമ്മൾക്ക് ഇക്കൊല്ലം ആവശ്യമില്ല, അത് നമ്മൾ ഡിഡക്റ്റ് ചെയ്ത് കളയുന്നു. സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഓൺ January 1st 2019 ലെസ് ചെയ്യുന്നു. അതുപോലെ തന്നെ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഓൺ December 31st, ഇക്കൊല്ലം അവസാനം അഡ്വാൻസ് ആയിട്ട് കിട്ടി എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു തുക. അത് നേരത്തെ പറഞ്ഞു. ആ തുക ഇക്കൊല്ലം അഡ്വാൻസ് ആയിട്ട് കിട്ടിയത് അടുത്ത വർഷത്തെ തുകയാണ്. അടുത്ത വർഷത്തെ ഇൻകം നമുക്ക് ഇക്കൊല്ലം അഡ്വാൻസ് ആയിട്ട് കിട്ടിയതാണ്. അതുകൊണ്ട് തന്നെ അത് ഇക്കൊല്ലത്തെ ഇൻകമായിട്ട് പരിഗണിക്കാൻ പറ്റില്ല. അത് അടുത്ത കൊല്ലം ആയതുകൊണ്ട് 2,50,000 അകത്ത് 30,000 ഉൾപ്പെട്ടിട്ടുണ്ട്. ആ 30,000 നമ്മൾ ലെസ് ചെയ്ത് കളയുന്നു. സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഓൺ December 31st 2019 rupees 30,000. ഇപ്പോൾ നമ്മൾ 4 ഇനങ്ങളും പരിഗണിച്ചു കഴിഞ്ഞു. ഡിഡക്റ്റ് ചെയ്യേണ്ട 2 ഇനങ്ങളും നമ്മൾ കൂട്ടുന്നു. 50,000, 30,000. ടോട്ടൽ 80,000. 50,000 30,000 കൂട്ടിയാൽ 80,000 കിട്ടും. That 80,000 is deducted from rupees 3,10,000. 3,10,000 minus 80,000, that is equal to 2,30,000. That 2,30,000 is the income from subscription for the year 2019. 2019 അവസാനിക്കുന്ന വർഷത്തെ ഇൻകം ഫ്രം സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിക്കേണ്ട തുക 2,30,000 മാത്രമാണ്. ഇനി ഈ ഇനങ്ങൾ എങ്ങനെയാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ വരുന്നത് നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞു, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ആകെ നമ്മൾ കാണിക്കുന്നത് 2,30,000 മാത്രമാണ്. അത് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ ഇൻകം സൈഡിൽ അത് പോസ്റ്റ് ചെയ്യുന്നു. അടുത്തത് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുമ്പോൾ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ ഓപ്പണിംഗ് ഡേറ്റിലെ സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് അത് അസറ്റ് ആണ്, അത് അസറ്റ് സൈഡിൽ കാണിക്കുന്നു. അതുപോലെ തന്നെ ഓപ്പണിംഗ് ഡേറ്റിലുള്ള സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് അന്നത് ബാധ്യതയാണ്, അതുകൊണ്ട് അന്നത്തെ ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ കാണിക്കുന്നു. അതുപോലെ ക്ലോസിംഗ് ഡേറ്റിലെ സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറയുന്നത് ഈ വർഷം അവസാനത്തെ അസറ്റ് ആണ്, നമ്മൾ അസറ്റ് സൈഡിൽ കാണിക്കുന്നു. അതുപോലെ ഈ വർഷം അഡ്വാൻസ് ആയിട്ട് കിട്ടിയ സബ്സ്ക്രിപ്ഷൻ അത് ഈ വർഷത്തെ ബാധ്യതയാണ്, അത് നമ്മൾ ലയബിലിറ്റി സൈഡിൽ കാണിക്കുന്നു. ക്ലോസിംഗ് ഡേറ്റിലെ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ലയബിലിറ്റി ആയിട്ട് കാണിക്കുന്നു. ഓരോ ഇനവും
എവിടെയൊക്കെയാണ് റെക്കോർഡ് ചെയ്തതെന്ന് വീഡിയോ റിപ്പീറ്റ് ചെയ്ത് കണ്ട് നിങ്ങൾ ഹൃദിസ്ഥമാക്കേണ്ടതാണ്. സബ്സ്ക്രിപ്ഷൻ ഇൻകം എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഈ വീഡിയോ പല പ്രാവശ്യം ആവർത്തിച്ച് കാണുമ്പോൾ നിങ്ങൾക്ക് ഓരോ ഇനവും എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നതെന്നും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലും ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിലും ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിലും ഈ ഇനങ്ങൾ എങ്ങനെയൊക്കെയാണ് രേഖപ്പെടുത്തുന്നതെന്നും വ്യക്തമാകുന്നതാണ്. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു ഐറ്റം സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് എങ്ങനെയാണ് എന്ന് കാണാം. അതുവരെ ബൈ.